നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിയുമല്ലേ. ഇപ്പൊ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിക്കോട്ടെ. പലപ്പോഴും എന്തെങ്കിലും രോഗം വന്നു മാറി ഒരു മാസം കഴിയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റില് മുടി പൊഴിഞ്ഞു എന്ന് വരാം. മുടിയെ ബാധിക്കുന്ന ചില ഇനം രോഗങ്ങൾ, ഇപ്പൊ തലയോട്ടിയിൽ വരുന്ന ഇപ്പം സ്കാൽപ്പ് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മുടി പൊഴിയാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയറ്റിംഗ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ചെയ്യുന്ന ഡയറ്റിംഗിന്റെ ഭാഗമായിട്ട് മുടി പൊഴിയാം. ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് മുടി പൊഴിയാറുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം മാറുന്ന സമയത്ത് വീണ്ടും റാപ്പിഡ് ആയിട്ട് മുടി വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി നമുക്ക് ആ തലയിൽ പഴയ ഒരു അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. എന്നാല് നമുക്ക് മുടി പോകുന്ന അത്ര സ്പീഡില് മുടി തിരിച്ചു വളർന്നില്ലെങ്കിലോ പലപ്പോഴും തലയുടെ ഉള്ളു കുറഞ്ഞു എന്ന് വരാം, കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്തെന്ന് വരാം. പഴയ ഒരു മുടിക്ക് ഉള്ളില്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും മുടി പിടിച്ച് കെട്ടാൻ ബുദ്ധിമുട്ട് വരും. പുരുഷന്മാർക്കാണെങ്കിൽ ചീകുന്ന സമയത്ത് കഷണ്ടി ഫീൽ ചെയ്യും, ഉള്ളു കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ കണ്ടുവന്ന് വരാം. ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പൊ പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന്, പെട്ടെന്ന് വീണ്ടും വളരുന്നതിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് മുടി വളരുന്നതിന് നമുക്ക് വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. കാരണം മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. ഈ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ എത്തത്തുള്ളൂ. ഈ ഭക്ഷണത്തിലൂടെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതിനെ തടയുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട്. ഈ പ്രശ്നങ്ങൾ മറികടന്ന് ലൈസിൻ ആവശ്യത്തിന് ശരീരത്തിലെത്തിയാൽ മാത്രമേ വളരെ പെട്ടെന്ന് ഈ പൊഴിഞ്ഞു പോകുന്ന മുടി തിരിച്ചു വരത്തുള്ളൂ. ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണങ്ങൾക്കകത്താണ്. അതുകൊണ്ടാണ് ഇപ്പൊ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വളരുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. നമ്മൾ നോൺ വെജ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇറച്ചി, റെഡ് മീറ്റിനകത്താണ്, പിന്നെ ചിക്കൻ, പിന്നെ മുട്ട, ഇവയ്ക്കകത്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ളത്. കൂടാതെ നമുക്ക് ചാള മീനിനകത്ത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടും, ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചീസില്ലേ, പാൽക്കട്ടി, ചീസിനകത്ത്, കൂടാതെ ഉലുവയ്ക്കകത്ത്, പംകിൻ സീഡിനകത്ത്, ഇതെല്ലാം അത്യാവശ്യം അവർക്ക് ലൈസിൻ കിട്ടും. എന്നിരുന്നാലും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മുട്ടയും മീനും ചാള മീനും എല്ലാം സമൃദ്ധിയായിട്ട് കഴിച്ചാൽ മാത്രമേ ഈ ലൈസിൻ പെട്ടെന്ന് ശരീരത്തിൽ കിട്ടത്തുള്ളൂ. ലൈസിൻ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സഹായിക്കുന്നത്, നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനും നമ്മുടെ മസിലുകളുടെ ടെൻഡൻ കൂടുതൽ ബലപ്പെടുന്നതിനും എല്ലാം ലൈസിൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കൊളസ്ട്രോൾ കുറച്ചു നിർത്തുന്നതിനും ലൈസിൻ സഹായിക്കുന്നുണ്ട്. ലൈസിൻ വലിച്ചെടുക്കുന്നതിനെ ചെറുക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ ഉള്ള സാഹചര്യം ഉണ്ടെന്നിരിക്കട്ടെ, ലൈസിൻ ശരീരം വലിച്ചെടുക്കുന്നത് കുറഞ്ഞു പോകും. ടെൻഷൻ ഉണ്ടെങ്കിൽ മുടി കൊഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കൂടാതെ നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഉണ്ടെന്നിരിക്കട്ടെ, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് ലെവൽ ഉയർന്ന ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ലൈസിൻ കുറഞ്ഞു പോകും. ട്രൈഗ്ലിസറൈഡ് ഉയർന്ന കാരണം നിങ്ങൾക്കറിയാം, സ്ട്രെസ്, അമിതമായിട്ട് മധുര പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് വല്ലാതെ ഉയർന്നു എന്ന് വരാം. സോ ഇത്തരം സാഹചര്യങ്ങൾ മറികടന്നാൽ മാത്രമേ നമുക്ക് ലൈസിൻ ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടത്തുള്ളൂ. ഇനി ഈ ലൈസിൻ കൂടുതലായിട്ട് ശരീരം വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വേണം, നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ കുടലിനകത്ത് കോടാനുകോടി നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളാണ് ഈ അമിനോ ആസിഡിനെ, ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിനും യൂട്ടിലൈസ് ചെയ്യുന്നതിനും പ്രധാനമായിട്ട് സഹായിക്കുന്നത്. നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയകൾ ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ലൈസിൻ കുറയുകയും പെട്ടെന്ന് മുടി കൊഴിയുകയും ചെയ്യും. പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മുടി പൊഴിയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ കാരണം കുടലിനകത്തുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ്. സോ കുടലിലെ ബാക്ടീരിയകൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്ത് അവയെ ആരോഗ്യമായിട്ട് നിലനിർത്തിയാൽ വളരെ പെട്ടെന്ന് മുടിയുടെ വളർച്ച കൂടും. അതിനു വേണ്ടത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് വീടുകളിൽ തന്നെ തൈര്, മോര് എന്നിവ സമൃദ്ധിയായിട്ട് കഴിച്ചിരുന്നാല് കുടലിനകത്ത് ആവശ്യത്തിന് ബാക്ടീരിയകൾ ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അച്ചാറുകൾ, വീട്ടിലുള്ള അച്ചാറുകൾ, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന അച്ചാറുകൾ കഴിച്ചാലും ഈ പ്രോബയോട്ടിക് എഫക്ട് നമ്മുടെ കുടലിന് കിട്ടാനായിട്ട് സഹായിക്കും. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗേർട്ട്, നമ്മുടെ സ്റ്റോറുകളിൽ നിന്ന് കിട്ടുന്ന പ്രോബയോട്ടിക് യോഗേർട്ടുകൾ കഴിച്ചിരുന്നാലും കുടലിനകത്തുള്ള ബാക്ടീരിയകൾ സമൃദ്ധിയായിട്ട് വളരുകയും നമ്മുടെ മുടിയുടെ ആരോഗ്യം നന്നായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഇനി മുടിക്ക് വേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയണാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇരുമ്പിന്റെ, അയണിന്റെ അളവുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് വർദ്ധിപ്പിക്കും. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലുള്ള കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുള്ളൂ. പലപ്പോഴും വിളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം മുടി പൊഴിച്ചിലാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അയൺ ആവശ്യത്തിന് ശരീരത്തിൽ വേണം എന്നുണ്ടെങ്കിലും അവിടെയും ഈ ലൈസിൻ ആവശ്യമാണ്. കാരണം ആവശ്യത്തിന് ലൈസിൻ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ അയൺ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കും.
അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നോൺ വെജ് ഭക്ഷണങ്ങളാണ്. നമുക്ക് കിട്ടുന്ന മീന്, ഇറച്ചി, മുട്ട എന്നിവയ്ക്കകത്തും നിങ്ങൾക്ക് ഇലക്കറികൾ, സമൃദ്ധിയായിട്ട് ഇലക്കറികൾ കഴിക്കുന്നതിലൂടെയും ഷെൽ ഫിഷസ്, ഞണ്ട്, കൊഞ്ച്, കണവ, ചിപ്പി, കക്ക എന്നിവ ഉയർന്ന അളവിൽ നിങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുന്നതിലൂടെയും നിങ്ങൾക്ക് ആവശ്യത്തിന് അയൺ ശരീരത്തിൽ ലഭിക്കുകയും നിങ്ങൾക്ക് മുടി ത്വരിതഗതിയിൽ വളരാൻ സഹായിക്കുകയും ചെയ്യും. സപ്പോസ് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീര, പയറിന്റെ ഇല, തഴുതാമ ഇല പോലെ നമുക്ക് ചുറ്റും കിട്ടുന്ന ഇല വിഭവങ്ങൾ സമൃദ്ധിയായിട്ട് കഴിക്കണം. നട്ട്സ്, സീഡ്സ്, പയറ്, കടല, പരിപ്പ് എന്നിവ സമൃദ്ധിയായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് ഈ പൊഴിഞ്ഞു പോയ മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ DHT, മുടിയുടെ കോശങ്ങൾക്കകത്ത് DHT എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞിരിക്കണം. DHT എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ് പറയുന്നത്. അതായത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഈ കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഈ DHT എന്ന് പറയുന്ന ഈ എൻസൈമുകൾ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ്. ആ കോശങ്ങളിൽ മുടി നിൽക്കില്ല, ഇവ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. നമുക്ക് ഈ DHT എന്ന് പറയുന്ന ഘടകം നമ്മുടെ തലയോട്ടിൽ നിന്നും കുറയ്ക്കുക എന്ന് പറയുന്നത് പൊഴിഞ്ഞു പോയ മുടി റീഗ്രോത്ത് ചെയ്യുന്നതിന് വളരെ പ്രധാനമാണ്. DHT കുറച്ചു നിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്ന നമ്പർ 1 ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. സോ ലൈസിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾക്ക് DHT കുറച്ചു നിർത്താൻ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. സിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ, സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ വളരെ പെട്ടെന്ന് മുടിയുടെ റീഗ്രോത്ത് ഉണ്ടാവും. കാരണം ഇവ ഈ DHTയെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ്. സിങ്ക് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് എഗെയിൻ നമുക്ക് റെഡ് മീറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്, കടൽ മത്സ്യങ്ങൾക്കായിട്ട് അടങ്ങിയിട്ടുണ്ട്, ഷെൽ ഫിഷസ്, ഞണ്ട്, കൊഞ്ച്, കണവ, ചിപ്പി, കക്കയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നട്ട്സിനകത്തും സീഡ്സിനകത്തും, പ്രത്യേകിച്ച് പംകിൻ സീഡ്സിനകത്തല്ല, മത്തങ്ങ കുരുവിനകത്തല്ല സമൃദ്ധിയായിട്ട് ഈ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുക. ലൈസിൻ കണ്ടന്റ് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് ഉൾപ്പെടുത്തുക. കൂടാതെ അമിതമായിട്ട് ടെൻഷൻ കുറയ്ക്കുക. കാരണം ടെൻഷൻ നിങ്ങൾക്ക് മുടിയിൽ DHT കൂടി വരാൻ കാരണമാകും. ഈ DHT ഉണ്ടെങ്കിലുള്ള അപകടം എന്തെന്നറിയാവോ? DHT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷണ്ടി ടെൻഡൻസി ഉണ്ടെന്നാണ് അർത്ഥം. DHT കൂടുതലുള്ളവരിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ മുടി പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റീഗ്രോത്ത് നടത്തില്ല, പിന്നെ ഒരു കഷണ്ടി ടെൻഡൻസി ആയിട്ട് ജീവിക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് പ്രവാസിയായിട്ട് ഗൾഫ് മലയാളികളൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മുടി പൊഴിഞ്ഞു പോകുന്നതിന്റെ കാരണവും അവരുടെ ശരീരത്തിൽ ഈ DHT എന്ന് പറയുന്ന എൻസൈം പെട്ടെന്ന് വർദ്ധിക്കുന്നുകൊണ്ടാണ്. കാരണം അമിതമായിട്ട് ടെൻഷൻ, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു, കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം കൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് കഷണ്ടി ഫോം ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. എപ്പോഴും നമ്മൾ ഈ DHT കുറച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെസ് കുറയ്ക്കണം. മധുരം, അതായത് ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കണം. ഇല്ലെങ്കിൽ DHT വർദ്ധിച്ചു എന്ന് വരാം. കൂടാതെ മദ്യപാനം നിങ്ങളുടെ DHT കൂടാൻ കാരണമാകും. അതുകൊണ്ട് മദ്യപാനം കുറയ്ക്കുക, ടെൻഷൻ കുറയ്ക്കുക. ഇത്തരം ഒരു രീതിക്ക്, ഞാൻ ഈ പറഞ്ഞ രീതിക്ക് സിങ്ക് പോലുള്ള സപ്ലിമെന്റ് നിങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. എങ്കിൽ നമുക്ക് ഈ പൊഴിഞ്ഞു പോയ മുടിയെ വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുടി പൊഴിച്ചിലുണ്ടായാലും വളരെ പെട്ടെന്ന് മുടി വളരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.